ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തിക്ക് സിലിണ്ടർ പ്രോബ്ലം എന്ന് പറയുന്നൊരു സെക്ഷനാണ്, ടോപ്പിക്കാണ്. അത് ലെയിംസ് പ്രോബ്ലം അല്ലെങ്കിൽ തിക്ക് സിലിണ്ടർ പ്രോബ്ലം. അപ്പോൾ ഞാൻ ഇന്നലെ നിർത്തിയതെന്ന് പറഞ്ഞാൽ ഇവിടെയാണ്, അതായത് സ്ട്രെസ് കോമ്പാറ്റിബിലിറ്റി ഇക്വേഷൻസ് ഫോർ പോളാർ കോർഡിനേറ്റ്സ്. പോളാർ കോർഡിനേറ്റ്സിൽ സ്ട്രെസ് കോമ്പാറ്റിബിലിറ്റി ഇക്വേഷൻ, ഈ ഫൈ എന്ന് പറയുന്നത് ഏരീസ് കോൺസ്റ്റൻ്റ് ആണ്, ഏരീസ് ഫംഗ്ഷനാണ്. അപ്പോൾ ഡെൽ റേസ് ടു 4 ഫൈ ഈക്വൽ ടു -1 പ്ലസ് ന്യൂ ഇൻറ്റു ഡോ ബി ആർ ബൈ ഡോ ആർ പ്ലസ് ഡോ ബി തീറ്റ ബൈ ആർ ഡോ തീറ്റ പ്ലസ് ബി ആർ ബൈ ആർ. അതുപോലെ പ്ലെയിൻ സ്ട്രെയിനിന് മറ്റൊരു ഇക്വേഷൻ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ബി ആർ ബി തീറ്റയൊക്കെ ബോഡി ഫോഴ്സ് കമ്പോണൻസ് ആണ്. ബോഡി ഫോഴ്സ് കമ്പോണൻസ് 0 ആകുമ്പോൾ ഈ രണ്ട് ഇക്വേഷനും, പ്ലെയിൻ സ്ട്രെസ് ആയാലും പ്ലെയിൻ സ്ട്രെയിൻ ആയാലും ഡെൽ റേസ് ടു 4 ഫൈ ഈക്വൽ ടു 0 എന്നുള്ള ടേംസിലാവും. അപ്പോൾ ഡെൽ റേസ് ടു 4 ഫൈ ഈക്വൽ ടു 0 സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഒരു ഫംഗ്ഷൻ ഏരീസ് ഫംഗ്ഷൻ ആവുള്ളൂ. അപ്പോൾ അതിനുശേഷം നമ്മൾ നോക്കി ഡെൽ സ്ക്വയർ ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. ഡെൽ സ്ക്വയർ ഈക്വൽ ടു ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ. അതിനെ പോളാർ കോർഡിനേറ്റ്സിലേക്ക് മാറ്റണം. എക്സിന് പകരം ഡോ സ്ക്വയർ ബൈ ഡോ ആർ സ്ക്വയർ, അതുപോലെ 1 ബൈ ആർ സ്ക്വയർ ഡോ സ്ക്വയർ ബൈ ഡോ തീറ്റ സ്ക്വയർ പ്ലസ് 1 ബൈ ആർ ഡോ ബൈ ഡോ ആർ. അപ്പോൾ ഇത്രയും വരെ നമ്മൾ നോക്കി. ഇനി ഡെൽ റേസ് ടു 4 എന്ന് പറയുമ്പോൾ, ഡെൽ റേസ് ടു 4 ഫൈ എന്ന് പറയുമ്പം ഡെൽ സ്ക്വയർ ഓഫ് ഡെൽ സ്ക്വയർ ഫൈ. അപ്പോൾ ഡെൽ സ്ക്വയറിൻ്റെ ടേം 2 പ്രാവശ്യം എഴുതണം. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ നിന്നാണ് നമ്മൾ അടുത്ത പ്രോബ്ലം തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ അടുത്ത ടോപ്പിക്ക് തുടങ്ങുന്നതിന് മുമ്പായിട്ട് കുറേ പേര് എൻ്റെ അടുത്ത് ഡൗട്ട് ചോദിച്ചു. അതായത് പ്ലെയിൻ സ്ട്രെസ് പ്ലെയിൻ സ്ട്രെയിൻ കണ്ടീഷൻ, കഴിഞ്ഞ ടോപ്പിക്കിൽ പറഞ്ഞ പ്ലെയിൻ സ്ട്രെസ് പ്ലെയിൻ സ്ട്രെയിൻ കണ്ടീഷൻ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് എൻ്റെ തിയറിയിലേക്ക് കടക്കുന്നില്ല, ഇപ്പോൾ ഇത്രയും മാത്രം പറയുന്നുള്ളൂ. പ്ലെയിൻ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇസഡ് സബ്സ്ക്രിപ്റ്റ് വരുന്ന സ്ട്രെസ് കമ്പോണൻസ്, സിഗ്മ ഇസഡ്, ടൗ എക്സ് ഇസഡ്, ടൗ വൈ ഇസഡ്, ഇതെല്ലാം 0 ആയി പോകും. അപ്പോൾ ടൗ എക്സ് ഇസഡും ടൗ വൈ ഇസഡും 0 ആകുമ്പോൾ ടൗ ബൈ ജി ഈക്വൽ ടു ഗാമ എന്ന് പറഞ്ഞാൽ ഷിയർ സ്ട്രെയിൻ ആണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഉള്ളതുകൊണ്ട് ടൗ 0 ആയാൽ തീർച്ചയായിട്ടും ഗാമയും 0 ആയേ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ പ്ലെയിൻ സ്ട്രെസ് കണ്ടീഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും ഗാമ എക്സ് ഇസഡും ഗാമ വൈ ഇസഡും ഇതിൻ്റെ കൂടെ 0 ആയി പോകും. ഇസഡ് സബ്സ്ക്രിപ്റ്റ് ആയിട്ടുള്ള എല്ലാ ടേംസിലും, സ്ട്രെസ്സിൻ്റെയും സ്ട്രെയിൻസിൻ്റെയും എല്ലാ ടേംസിലും അവശേഷിക്കുന്ന ഒരേ ഒരു ടേം എന്ന് പറഞ്ഞാൽ എപ്സിലോൺ ഇസഡ്, അതായത് നോർമൽ സ്ട്രെയിൻ ഇൻ ഇസഡ് ഡയറക്ഷൻ. അപ്പോൾ അതിൻ്റെ ഇക്വേഷനിങ് വരും എപ്സിലോൺ ഇസഡ് ഇസ് ഈക്വൽ ടു 1 ബൈ ഇ ഇൻറ്റു മൈനസ് ന്യൂ ഓഫ് സിഗ്മ എക്സ് എക്സ് പ്ലസ് സിഗ്മ വൈ വൈ. ഇവിടെ ആക്ച്വലി സിഗ്മ ഇസഡ് മൈനസ് ന്യൂ അങ്ങനെയാണ് വരേണ്ടിയിരുന്നത്. പക്ഷേ സിഗ്മ ഇസഡ് ഇവിടെ 0 ആയി പോയതുകൊണ്ട് ഇവിടെ ആ സിഗ്മ ഇസഡ് വരില്ല. അപ്പോൾ അവശേഷിക്കുന്ന ഇസഡ് സബ്സ്ക്രിപ്റ്റ് വരുന്ന ഒരേ ഒരു ടേം അവശേഷിക്കുള്ളൂ, അത് എപ്സിലോൺ ഇസഡ് ആണ്. അത് കണ്ടുപിടിക്കേണ്ടത് ഇങ്ങനെയാണ്. ഇനി അതുപോലെ പ്ലെയിൻ സ്ട്രെയിൻ കേസ് വരുമ്പോൾ, പ്ലെയിൻ സ്ട്രെയിൻ വരുമ്പോൾ ഇസഡ് സബ്സ്ക്രിപ്റ്റ് വരുന്ന എല്ലാ സ്ട്രെയിൻ കമ്പോണൻസും നാച്ചുറലി 0 ആയി പോകും. ഗാമ എക്സ് ഇസഡും ഗാമ വൈ ഇസഡും 0 ആകുമ്പോൾ അതിനോടൊപ്പം തന്നെ ടൗ എക്സ് ഇസഡും ടൗ വൈ ഇസഡും 0 ആയി മാറും. അപ്പോൾ അവശേഷിക്കുന്ന ഇസഡ് സബ്സ്ക്രിപ്റ്റ് വരുന്ന സ്ട്രെസ്സസിലും സ്ട്രെയിൻസിലും അവശേഷിക്കുന്ന ഒരേ ഒരു ടേം എന്ന് പറഞ്ഞാൽ സിഗ്മ ഇസഡ് ആണ്, നോർമൽ സ്ട്രെസ് ഇൻ ഇസഡ് ഡയറക്ഷൻ. അത് കണ്ടുപിടിക്കുന്നത് ന്യൂ ഇൻറ്റു പോയ്സോൺസ് റേഷ്യോ ന്യൂ ഇൻറ്റു സിഗ്മ എക്സ് എക്സ് പ്ലസ് സിഗ്മ വൈ വൈ. അത് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, എപ്സിലോൺ ഇസഡ് 0 ആണല്ലോ. അപ്പോൾ എപ്സിലോൺ ഇസഡ് 0 ആകുമ്പോൾ അതിൻ്റെ എക്സ്പാൻഷൻ ആയിട്ട് 1 ബൈ ഇൻറ്റു സിഗ്മ ഇസഡ് മൈനസ് ന്യൂ ഇൻറ്റു സിഗ്മ എക്സ് എക്സ് പ്ലസ് സിഗ്മ വൈ വൈ, അതും 0 ആയി മാറും. അത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഈ അങ്ങോട്ട് പോകുമ്പോൾ അത് 0 ആയി മാറും. മൈനസ് അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോകുമ്പോൾ സിഗ്മ ഇസഡ് ഈക്വൽ ടു ന്യൂ ഇൻറ്റു സിഗ്മ എക്സ് എക്സ് പ്ലസ് സിഗ്മ വൈ വൈ എന്ന ഫോമിലെത്തും. അതാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് എനിക്ക് പ്ലെയിൻ സ്ട്രെസ്സിൻ്റെയും പ്ലെയിൻ സ്ട്രെയിനിനെയും കുറിച്ച് പറയാനുള്ളത്. ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അത് പ്ലെയിൻ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ബോഡിയിൽ, നമ്മളെപ്പോഴും എപ്പോൾ ഒരു കേസ് വരുന്നതെന്ന് വെച്ചാൽ, ഒരു ബോഡിയിൽ ഒരു ഡയമെൻഷൻ, 3 ഡയമെൻഷനാണ് സാധാരണ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ ഉള്ളത്. അതിലേതെങ്കിലും ഒരു ഡയമെൻഷൻ തീരെ ചെറുതാകുമ്പോൾ, നെഗ്ലിജിബിൾ ആകുമ്പോഴാണ് പ്ലെയിൻ സ്ട്രെസ് കണ്ടീഷനായിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാൻ കഴിയുന്നത്. അതുപോലെ ഏതെങ്കിലും ഒരു ഡയറക്ഷൻ എക്സ്ട്രീംലി ലാർജ് കമ്പയർഡ് ടു ദി അതർ 2 ഡയറക്ഷൻ, അങ്ങനെ ആകുമ്പോൾ നമുക്ക് പ്ലെയിൻ സ്ട്രെയിൻ കണ്ടീഷനായിട്ടും പറയാൻ കഴിയും.
അപ്പോൾ ഇതാണ് ഇന്നത്തെ മെയിൻ ടോപ്പിക്, ലെയിംസ് പ്രോബ്ലം. ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ലെയിംസ് പ്രോബ്ലം. അപ്പം ലെയിംസ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒരു തിക്ക് സിലിണ്ട്രിക്കൽ ഷെല്ലിൻ്റെ അനാലിസിസ് ആണ് ഇവിടെ നടക്കുന്നത്. ഒരു വളരെ തിക്കായിട്ടുള്ള സിലിണ്ട്രിക്കൽ ഷെൽ. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഒരു സിലിണ്ട്രിക്കൽ ഷെല്ലാണ്. ഇത് സാധാരണ പ്രഷർ, അകത്തൊരു ഫ്ലൂയിഡോ എന്തെങ്കിലും ഉണ്ടാവാം, പ്രഷറൈസ്ഡ് ഗ്യാസോ ഫ്ലൂയിഡോ എന്തെങ്കിലും ഉണ്ടാവാം, പുറത്ത് മറ്റൊരു ഫ്ലൂയിഡോ ഗ്യാസോ എന്തെങ്കിലും ഉണ്ടാവാം, ചിലപ്പോൾ അറ്റ്മോസ്ഫിയർ ആകാം. അപ്പം അകത്തൊരു പ്രഷറുണ്ട്, അത് PA, അതായത് ഇൻറ്റേർണൽ റേഡിയസ്. ഇതാണ് അതിൻ്റെ ഷെൽ തിക്നെസ്. ഷെൽ തിക്നെസ് എന്ന് പറഞ്ഞാൽ എയും ബിക്കും ഇടയ്ക്കുള്ള ഷെയ്ഡ് ചെയ്തേക്കുന്ന റീജിയൻ ഇതിൻ്റെ തിക്നെസ് ആണ്. ഈ അകത്ത് ഷെയ്ഡ് ചെയ്യാത്ത റീജിയനാണ് അതിൻ്റെ ക്യാവിറ്റി. അവിടെ ആയിരിക്കും ഗ്യാസോ അല്ലെങ്കിൽ ലിക്വിഡോ എന്താണെന്ന് വെച്ചാൽ അവിടെ ഉള്ളത്. അപ്പോൾ ഇൻറ്റേർണൽ റേഡിയസ് A ആയിട്ട് എടുത്തിരിക്കുന്നു, എക്സ്റ്റേണൽ റേഡിയസ് B ആയിട്ട് എടുത്തിരിക്കുന്നു. അതുപോലെ ഇൻറ്റേർണൽ പ്രഷർ PA ആയിട്ടും എക്സ്റ്റേണൽ പ്രഷർ PB ആയിട്ടും എടുത്തിരിക്കുന്നു. അത് കുറച്ചുകൂടെ നീറ്റായിട്ടാണ് താഴെ വരച്ചേക്കുന്നത്. സൈഡ് വ്യൂ അതിൻ്റെ നീറ്റായിട്ട് വരയ്ക്കുന്നത്. അകത്തെ പ്രഷർ PA ആണ്, പുറത്തെ പ്രഷർ PB ആണ്. ഇൻറ്റേർണൽ റേഡിയസ് A ആണ്, എക്സ്റ്റേണൽ റേഡിയസ് B ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അകത്തും പുറത്തും പ്രഷർ, രണ്ട് പ്രഷർ ഉള്ളപ്പോൾ എങ്ങനെയാണ് ഈ ഷെല്ലിൽ, അതായത് ഇതിനകത്ത് ഈ മെറ്റീരിയലിനകത്ത് എങ്ങനെയാണ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാകുന്നത് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അനാലിസിസിലേക്ക് കിടക്കും മുമ്പ് നമ്മൾ നോട്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇതൊക്കെ എക്സാമിന് എടുത്തെടുത്ത് ചോദിക്കുന്നതാണ്. എന്തൊക്കെയാണ് നമ്മുടെ അസംഷൻസ് എന്നൊക്കെ എടുത്തെടുത്ത് ചോദിക്കുക. ഇത് പോയിന്റ്സ് ടു നോട്ട്, അത് അസംഷൻ തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ അസംഷൻ എന്ന് വെച്ചാൽ ബോഡി ഫോഴ്സസ് 0 ആണ്. അതായത് ഇതിൻ്റെ വെയിറ്റ് ഒന്നും നമ്മൾ കൺസിഡർ, ഈ മെറ്റീരിയലിൻ്റെ വെയിറ്റ് തൽക്കാലത്തേക്ക് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ബിക്കോസ് ഓഫ് സിമ്മട്രി, ഈ ഫിഗർ നോക്കിയാൽ നമുക്ക് മനസ്സിലായി ഈ ആക്സിസിന് ചുറ്റും എല്ലായിടത്തും സെയിം. ഒരു സിലിണ്ടർ എന്ന് വെച്ചാൽ സിമ്മട്രിക്കലാണ്. ഒരു ആക്സിസിന് ചുറ്റും കറക്കിയാൽ, അത് റൊട്ടേറ്റ് ചെയ്താൽ അത് സിമ്മട്രിയാണ്. എല്ലാ സൈഡും ഒരുപോലെ ഇരിക്കും. അപ്പം ബിക്കോസ് ഓഫ് സിമ്മട്രി നത്തിങ് ചേഞ്ചസ് ഇൻ ദി ടാൻജൻഷ്യൽ ഡയറക്ഷൻ. ടാൻജൻഷ്യൽ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ റൊട്ടേറ്റ് ചെയ്യുന്ന ഈ ഡയറക്ഷൻ, അതായത് തീറ്റ ഡയറക്ഷൻ, നമ്മൾ സിഗ്മ തീറ്റ എന്നൊക്കെ എടുക്കുന്ന തീറ്റ ഡയറക്ഷൻ, എൻ്റെ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ തീറ്റ ഡയറക്ഷൻ എന്ന് പറയും. അപ്പോൾ തീറ്റ ഡയറക്ഷനിൽ എല്ലാ പോയിന്റും ഒരേപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു പോയിന്റ്, രണ്ട് പോയിന്റ് എടുത്താൽ തീറ്റ ഡയറക്ഷനിൽ സഞ്ചരിക്കുമ്പോൾ സപ്പോസ് പോയിന്റർ നിൽക്കുന്ന ഈ പോയിന്റും അതിൽ നിന്ന് കഴിഞ്ഞ് ഈ പോയിന്റും തമ്മിൽ യാതൊരു വ്യത്യാസവും. അപ്പം തീറ്റ ഡയറക്ഷനിൽ സഞ്ചരിക്കുമ്പോൾ യാതൊരു വ്യത്യാസവും സംഭവിക്കുന്നില്ല. എല്ലാ പോയിന്റും ഒരുപോലെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അപ്പോൾ ഡോ ബൈ ഡോ തീറ്റ, അതായത് ചേഞ്ച് ഓഫ് സംതിങ് വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ തീറ്റ. തീറ്റ ചേഞ്ച് ചെയ്യുമ്പോൾ മറ്റെന്തിനെങ്കിലും സംഭവിക്കുന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ എപ്പോഴും 0 ആയിരിക്കും. ഓൾ ഡെറിവേറ്റീവ്സ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ ആർ 0. അപ്പോൾ ഡോ ബൈ ഡോ തീറ്റ വരുന്ന ടേംസ് എല്ലാം, ഏത് ടേമിനെയും തീറ്റ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ അത് 0 ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. തീറ്റ കൊണ്ട് ഒരു വേരിയേഷനും സംഭവിക്കുന്നില്ല. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടൊരു അസംഷനാണ്. അങ്ങനെ എഴുതുമ്പോൾ ഈ ഡെൽ സ്ക്വയർ ഈക്വൽ ടു, നമ്മൾ ഇന്നലെ ഇത് എഴുതിയിരുന്നു, ഡെൽ സ്ക്വയർ ഈക്വൽ ടു ഡോ സ്ക്വയർ ബൈ ഡോ ആർ സ്ക്വയർ പ്ലസ് 1/r സ്ക്വയർ, ഡോ സ്ക്വയർ ബൈ ഡോ തീറ്റ സ്ക്വയർ പ്ലസ് 1/r ഇൻറ്റു ഡോ ബൈ ഡോ ആർ. അപ്പോൾ ഈ ഡോ സ്ക്വയർ ബൈ ഡോ തീറ്റ സ്ക്വയർ എന്നുള്ള ടേം 0 ആയി പോകും. കുറച്ച് മുമ്പ് പറഞ്ഞ സിമ്മട്രി കാരണം ഡോ സ്ക്വയർ ബൈ ഡോ തീറ്റ സ്ക്വയർ 0 ആയി പോകും. അപ്പം ബാക്കി വരുന്ന ഭാഗം എന്ന് വെച്ചാൽ ഡോ സ്ക്വയർ ബൈ ഡോ ആർ സ്ക്വയർ പ്ലസ് 1/r ഇൻറ്റു ഡോ ബൈ ഡോ ആർ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു വേരിയബിൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ, ആർ, റേഡിയസ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. തീറ്റ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു വേരിയബിൾ ഉള്ളതുകൊണ്ട് നമ്മൾ പാർഷ്യൽ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നതിന് അർത്ഥമില്ല. കാരണം ഒരു വേരിയബിളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് എഴുതാം, ഡെൽ സ്ക്വയർ ഇസ് ഇക്വൽ ടു ഡി സ്ക്വയർ ബൈ ഡി ആർ സ്ക്വയർ പ്ലസ് 1/r ഇൻറ്റു ഡി ബൈ ഡി ആർ എന്ന് എഴുതാം. അപ്പോൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ ഡെൽ റേസ് ടു 4 ഈക്വൽ ടു ഡെൽ സ്ക്വയർ ഓഫ് ഡെൽ സ്ക്വയർ. അത് നമ്മളിങ്ങനെ എഴുതുന്നത്, അതായത് ആ ടേം രണ്ട് പ്രാവശ്യം ഡി സ്ക്വയർ ബൈ ഡി ആർ സ്ക്വയർ പ്ലസ് 1/r ഇൻറ്റു ഡി ബൈ ഡി ആർ ഇൻറ്റു ഡി സ്ക്വയർ ബൈ ഡി ആർ സ്ക്വയർ പ്ലസ് 1/r ഇൻറ്റു ഡി ബൈ ഡി ആർ. അപ്പോൾ അതിൻ്റെ ഓരോ ടേംസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഡി സ്ക്വയർ ബൈ ഡി ആർ സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ ബൈ ഡി ആർ സ്ക്വയർ. ഞാനിപ്പോൾ ഇൻറ്റു എന്ന് പറഞ്ഞത് തെറ്റാണ്. ആക്ച്വലി ഡി സ്ക്വയർ ബൈ ഡി ആർ സ്ക്വയർ ഓഫ് ഡി സ്ക്വയർ ബൈ ഡി ആർ സ്ക്വയർ. അതായത് ഇത് സാധാരണ പോലെ മൾട്ടിപ്ലിക്കേഷൻ, ഇത് ഒരു ഡിഫറൻഷ്യലാണ്, ഡിഫറൻസിയേഷൻ ഫംഗ്ഷനാണ് ഡി ബൈ ഡി ആർ എന്ന് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം, ഇങ്ങനെ എഴുതുന്നതിൻ്റെ അർത്ഥം വെച്ചാൽ ഈ ഡി സ്ക്വയർ ബൈ ഡി ആർ സ്ക്വയറിനെ നമ്മൾ 2 പ്രാവശ്യം 6 കൊണ്ട് വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യണമെന്നാണ് ഇങ്ങനെ എഴുതുന്ന ടേമിൻ്റെ അർത്ഥം.
അതുപോലെ ഇങ്ങനെ എഴുതുമ്പോൾ അതായത് ഡി സ്ക്വയർ ബൈ ഡി ആർ സ്ക്വയർ ഇൻറ്റു ഇവിടുത്തെ സെക്കൻഡ് ടേം 1/r ഇൻറ്റു ഡി ബൈ ഡി ആർ അങ്ങനെ എഴുതുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ 1/r ഇൻറ്റു ഡി ബൈ ഡി ആറിനെ 2 പ്രാവശ്യം r കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അതുപോലെ ഇവിടുത്തെ സെക്കൻഡ് ടേം 1/r ഇൻറ്റു ഡി ബൈ ഡി ആർ ഇൻറ്റു ഡി സ്ക്വയർ ബൈ ഡി ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/r ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് ഡി സ്ക്വയർ ബൈ ഡി ആർ സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു ആർ. ഈ ഡി സ്ക്വയർ ബൈ ഡി ആർ സ്ക്വയറിനെ ഒരു പ്രാവശ്യം r കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, എന്നിട്ട് r കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് ഓരോ ടേം ഇവിടെ കണക്കാക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ടേമിൽ വലിയ കൺഫ്യൂഷൻ ഒന്നുമില്ല. അതുപോലെ സിംഗിൾ ടേമാണ് ഡി സ്ക്വയർ ബൈ 2 പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ കിട്ടും. അത് മൾട്ടിപ്ലിക്കേഷൻ ആണെന്ന് വിചാരിക്കരുത്. അപ്പം d⁴ ബൈ dr⁴ എന്ന് കിട്ടും. ഇനി സെക്കൻഡ് ടേം എന്ന് പറയുമ്പോൾ ഇത് 2 പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. 1/r ഇൻറ്റു ഡി ബൈ ഡി ആറിനെ 2 പ്രാവശ്യം r കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ഈ സ്റ്റെപ്പ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇതിനകത്തു നിന്നുള്ള ആ ഒരു ഡിഫറൻഷ്യൽ സിമ്പിൾ ഞാൻ അങ്ങ് മാറ്റുകയാണ്. അപ്പം ഡി സ്ക്വയർ ബൈ ഡി ആർ സ്ക്വയർ എന്ന് ഇവിടെ ഉണ്ടായിരുന്നതിനെ ഇവിടെ എത്തുമ്പോൾ ഡി ബൈ ഡി ആർ എന്നായി. ഒരു പ്രാവശ്യം അകത്തുള്ളത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ പ്രോഡക്റ്റാണ് 2 r ടേംസ് ഉണ്ട്. അപ്പം ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ അതാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ 1/rന്റെ ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ -1/r² ആണ്. അതുകൊണ്ടാണ് ഇവിടെ മൈനസ് വന്നത്. ഡി ബൈ ഡി ആറിൻ്റെ ഡിഫറൻഷ്യൽ ഡി സ്ക്വയർ ബൈ ഡി ആർ സ്ക്വയർ തന്നെയാണ്. അതുപോലെ അടുത്തത് ഇവിടെ മൂന്നാമത്തെ ടേം എടുക്കുമ്പോൾ 1/r ഇൻറ്റു ഡി ബൈ ഡി ആർ ഓഫ് ഡി സ്ക്വയർ ബൈ ഡി ആർ സ്ക്വയർ. അപ്പം ഡി സ്ക്വയർ ബൈ ഡി ആർ സ്ക്വയറിന് ഒരിക്കൽ കൂടി നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. അത് d³ ബൈ ഡി ആർ ക്യൂബ് ആവും. ഏറ്റവും ലാസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ 1/r ഇൻറ്റു ഡി ബൈ ഡി ആർ ഓഫ് 1/r ഇൻറ്റു ഡി ബൈ ഡി ആർ. അതായത് 1/r ഇൻറ്റു ഡി ബൈ ഡി ആറിനെ ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. വീണ്ടും അവിടെയും പ്രോഡക്റ്റാണ് 1/r കൂടെ വരുന്നതുകൊണ്ട് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഇവിടെ 1/rന്റെ ഡിഫറൻഷ്യൽ -1/r² ആയതുകൊണ്ട് അവിടെ മൈനസ് വന്നു. ശേഷം ഈ സെക്കൻഡ് ടേം വീണ്ടും അവിടെ ഒരു ഡിഫറൻഷ്യൽ അവശേഷിക്കുന്നുണ്ട് ഡി ബൈ ഡി ആർ. ഈ അകത്തുള്ള ടേമിനെ വീണ്ടും ഡി ബൈ ഡി ആർ കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അത് മാത്രമാണ് അടുത്ത സ്റ്റെപ്പിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ടേമിനെ ഞാൻ വീണ്ടും എക്സ്പാൻഡ് ചെയ്യുന്നു. അതായത് ഇവിടുത്തെ ഫസ്റ്റ് ടേം 1/r ഡി സ്ക്വയർ ബൈ ഡി ആർ സ്ക്വയറിനെ വീണ്ടും ഞാൻ പ്രോഡക്റ്റ് റൂൾ വെച്ചിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അതായത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. 1/r ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് ഡി സ്ക്വയർ ബൈ ഡി ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ d³ ബൈ ഡി ആർ ക്യൂബ്. വീണ്ടും അവിടെ തന്നെ സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു അതായത് ഡി സ്ക്വയർ ബൈ ഡി ആർ സ്ക്വയർ ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ 1/rൻ്റെത് -1/r². അതേ കാര്യം തന്നെ വീണ്ടും ഇവിടെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ 2 ടേമും കിട്ടുന്നത്. അത് നിങ്ങൾ ചെയ്ത് നോക്കുക, ഈസി ആയിട്ടുള്ള കാര്യമാണ്. ഇനി അപ്പോൾ അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഫൈനലി നമ്മൾ ഈ ഒരു ഫോമിലാണ് കിട്ടുന്നത്. del⁴ ഈക്വൽ ടു d⁴ ബൈ dr⁴ പ്ലസ് 2/r ഇൻറ്റു d³ ബൈ dr ക്യൂബ് മൈനസ് 1/r² d² ബൈ dr² പ്ലസ് 1/r³ d ബൈ dr. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ എളുപ്പത്തിനായിട്ട് ഞാൻ പറയാം. പവർ ഡി ബൈ ഡി ആറിൻ്റെ പവർ അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ഓരോന്നായിട്ട് ഇവിടെ 4 ടൈം ഡിഫറൻഷിയേഷൻ ചെയ്യണം. ഇവിടെ 3 ടൈംസ്, ഇവിടെ 2 ടൈംസ്, ഇവിടെ സിംഗിൾ ടൈം. അതിൻ്റെ പവർ കുറയുന്നതനുസരിച്ച് 4, 3, 2, 1 അതിൻ്റെ പവർ കൂടുന്നതിന് ഡിനോമിനേറ്ററിലുള്ള ആറിൻ്റെ പവർ കൂടിക്കൊണ്ടിരിക്കും. ഇവിടെ r⁴ ആറില്ല. r⁴ എന്ന് പറയുമ്പോൾ 1 തന്നെയാണ്. r⁴ ആണ് ഇവിടെ r⁴1, r⁴2, r⁴3. ഇവിടെ ഉള്ള ഈ 2ഉം ഈ മൈനസും അത് നിങ്ങൾ കാണാതെ ഒന്ന് ഓർത്തിരിക്കുക. ഈ 2ഉം മൈനസും ബാക്കി നിങ്ങൾക്ക് സുഖമായിട്ട് ഓർത്തെടുക്കാമെന്നുള്ളേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ നോക്കുമ്പോൾ now the Airy stress function must satisfy the equation del⁴ phi equal to 0. del⁴ എക്സ്പ്രഷനാണ് നമ്മളിവിടെ ഡിറൈവ് ചെയ്തത്. ഇനി del⁴ phi equal to 0 എന്നുള്ള ഇക്വേഷനാണ് നമ്മുടെ ഇവിടുത്തെ ഈ പ്രോബ്ലത്തിൽ ഫൈ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. അതായത് ഇതാണ് ഇവിടുത്തെ ഇക്വേഷൻ. ഈ ഇക്വേഷനാണ് ഫൈ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. അപ്പോൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ, ഇപ്പം ഡിഫറൻഷ്യൽ ഇക്വേഷൻ നിങ്ങൾ മുമ്പ് മാത്സിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് വീണ്ടും അതൊരു വലിയ പ്രോബ്ലമാണ്. അത് വീണ്ടും ഇതിൻ്റെ ഡെറിവേഷനകത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിൻ്റെ സൊല്യൂഷൻ എഴുതിയാൽ മതി. ഫൈ ഈക്വൽ ടു a log r പ്ലസ് br² log r പ്ലസ് cr² പ്ലസ് d. അപ്പം ഈ ഇക്വേഷൻ്റെ ഈ ബോക്സിനകത്തുള്ള ഈ ഇക്വേഷൻ്റെ സൊല്യൂഷനാണിത്. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഫൈ ഈക്വൽ ടു a log r പ്ലസ് br² log r പ്ലസ് cr² പ്ലസ് d എന്ന് കിട്ടും. അപ്പം നമുക്കിവിടെ ഒരു എയറി സ്ട്രെസ് ഫംഗ്ഷൻ നമുക്ക് കിട്ടി.
ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ ഏരിയ സ്ട്രെസ് ഫംഗ്ഷനിൽ എ ലോഗ് ആർ എന്താണെന്ന് അറിയാമല്ലോ, റേഡിയൽ ഡിസ്റ്റൻസ് ആണ് സൂചിപ്പിക്കുന്നത്. ഇവിടെയുള്ള എ ബി സി ഡി ഇത് നാലും കോൺസ്റ്റൻസ് ആണ്. അപ്പോൾ അതിൻ്റെ വാല്യൂസ് നമ്മൾ ഇനി ഇതിൻ്റെ ഡെറിവേഷൻ പോകുന്നതനുസരിച്ച് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ്. അപ്പോൾ ഇനി പ്രോബ്ലം മുന്നോട്ട് പോകുന്നത് വെച്ചാൽ നമുക്ക് ഫൈയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു, ഫൈയുടെ ഒരു എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞു. ഫൈ കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് രണ്ട് സ്ട്രെസ് ടേംസ് കണ്ടുപിടിക്കാൻ പറ്റും. രണ്ട് സ്ട്രെസ് ടേംസ്, അതായത് സിഗ്മ ആർ ആറും സിഗ്മ തീറ്റയും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ട് സിഗ്മ ആർ ആർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇക്വേഷൻ അറിയാം. സിഗ്മ ആർ ആർ ഇസ്ക്വൽ ടു ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ തീറ്റ സ്ക്വയർ ഇൻറ്റു ആർ സ്ക്വയർ പ്ലസ് 1/r ഇൻറ്റു ഡോ ഫൈ ബൈ ഡോ ആർ. അതിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ തീറ്റ സ്ക്വയർ, തീറ്റയാണ് ഡിനോമിനേറ്റർ, തീറ്റ കൊണ്ടാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്, അത് 0 ആയിട്ട് പോകും. അപ്പോൾ അവശേഷിക്കുന്ന ഒരേ ഒരു ടേം എന്ന് വെച്ചാൽ 1/r ഇൻറ്റു ഡോ ഫൈ ബൈ ഡോ ആർ ആണ് അവശേഷിക്കുന്നത്. അത് ചെയ്യുമ്പോൾ 1/r ഇൻറ്റു ഡോ ഫൈ ബൈ ഡോ ആർ വീണ്ടും അതിൻ്റെ ഡിഫറൻസിയേഷൻ അത് സിമ്പിളായിട്ടുള്ള ഡിഫറൻഷ്യേഷനാണ്. അപ്പം ഒരു കാര്യം ശ്രദ്ധിക്കുക, സെക്കൻഡ് ടേം അതായത് ബി ആർ സ്ക്വയർ ലോഗ് ആർ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വീണ്ടും പ്രോഡക്റ്റാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇത് ബി കോൺസ്റ്റൻ്റ് ആണ്. അപ്പം കോൺസ്റ്റൻറ്റ് ബി ഇതിൻ്റെ ഫസ്റ്റ് ഫംഗ്ഷൻ ആർ സ്ക്വയർ ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ലോഗ് ആർ, അപ്പം ആർ സ്ക്വയർ ബൈ ആർ. ഇനി വീണ്ടും ബി ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ലോഗ് ആർ ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ, അപ്പം 2r. അങ്ങനെ എടുത്തു. അവസാനത്തെ ടേം 2cr എന്ന് വരും. അങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ സിഗ്മ ആർ ആർ ഈക്വൽ ടു ഫൈനലി ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് കിട്ടും, എ ബൈ ആർ സ്ക്വയർ പ്ലസ് ബി പ്ലസ് 2b. അപ്പോൾ വീണ്ടും ബി എവിടെ രണ്ട് ടേമിൽ വരുന്നതുകൊണ്ട് നമുക്ക് ഫൈനലി ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. സിഗ്മ ആർ ആർ ഈക്വൽ ടു എ ബൈ ആർ സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു 1 പ്ലസ് 2 ലോഗ് ആർ പ്ലസ് 2c. ഇനി സിഗ്മ തീറ്റ ഈക്വൽ ടു ഡി സ്ക്വയർ ഫൈ ബൈ ഡി ആർ സ്ക്വയർ, അതായത് ഫൈ 2 പ്രാവശ്യം ആർ കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ ഡി ബൈ ഡി ആർ ഓഫ് ഡി ഫൈ ബൈ ഡി ആർ ആണ്. അതായത് ഡി ഫൈ ബൈ ഡി ആറിനെ ഒരു പ്രാവശ്യം ഡി ബൈ ഡി ആർ കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. തൊട്ട് മുമ്പത്തെ സിഗ്മ ആർ ആർ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ഡി ഫൈ ബൈ ഡി ആർ കണ്ടുപിടിച്ചുകൊണ്ട് ഡി ഫൈ ബൈ ഡി ആർ ഇവിടെ ഉണ്ട്. അതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. അത് താഴെ യൂട്ടിലൈസ് ചെയ്താൽ മതി. നമ്മൾ ഡി ഫൈ ബൈ ഡി ആർ എന്ന് താഴെ ഇവിടെ എഴുതിക്കുന്ന മൂന്നാമത്തെ സ്റ്റെപ്പിൽ എഴുതിയിരിക്കുന്ന ഈ ടേമാണ് ഡി ഫൈ ബൈ ഡി ആർ. അത് നമ്മൾ താഴേക്ക് എടുത്താൽ മതി. അത് താഴെ കൊണ്ടുപോയിട്ട് വീണ്ടും ആറ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. വീണ്ടും ഡിഫറൻഷ്യേഷൻ നിങ്ങൾ ചെയ്ത് നോക്കിക്കൊള്ളാം. അപ്പോൾ സിഗ്മ തീറ്റ ഈക്വൽ ടു മൈനസ് എ ബൈ ആർ സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു 3 പ്ലസ് 2 ലോഗ് ആർ പ്ലസ് 2c എന്ന ടേം കിട്ടും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ ഈ ഇക്വേഷൻസ് ആപ്ലിക്കബിൾ ആവുന്നത് തീറ്റ ഡയറക്ഷനിൽ വേരിയേഷൻ ഒന്നും സംഭവിക്കുന്നതിന് ഒരു മാറ്റമില്ല. തീറ്റ ഡയറക്ഷൻ മൊത്തത്തിൽ സെയിം ആയിരിക്കുമ്പോഴാണ് ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഇത് പ്ലെയിൻ സ്ട്രെസ്സിനും പ്ലെയിൻ സ്ട്രെയിനിനും ഉപയോഗിക്കാവുന്ന ഇക്വേഷനാണ്. ഇവിടെ ശ്രദ്ധിച്ചാൽ ഈ രണ്ട് ഇക്വേഷനിലും എ ബൈ ആർ സ്ക്വയർ, മറ്റേടത്ത് പോസിറ്റീവ് എ ബൈ ആർ സ്ക്വയർ, ഇവിടെ മൈനസ് എ ബൈ ആർ സ്ക്വയർ, ഇങ്ങനെ ഒരു ടേം ഉള്ളതുകൊണ്ട് r 0 വരുമ്പോൾ ആറിൻ്റെ വാല്യൂ 0 വന്നാൽ ഈ ഫസ്റ്റ് ടേം ഇൻഫിനിറ്റി ആയി പോകും. അതായത് സ്ട്രെസ്സിൻ്റെ വാല്യൂസ് ഇൻഫിനിറ്റി ആയി മാറുന്നതായിട്ട് കാണാം നമുക്ക്. അങ്ങനെ ഒരു കാര്യം പോസിബിൾ അല്ല. അങ്ങനെ ഒരു കാര്യം പോസിബിൾ അല്ലാത്തതുകൊണ്ട് തൽക്കാലത്തേക്ക് വി കനോട്ട് അപ്ലൈ ദിസ് ഫോർ ദിസ് വെൻ r ഈക്വൽ ടു 0. അപ്പോൾ റേഡിയസ് 0 ആകുമ്പോൾ, അതായത് സെൻറ്ററിൽ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇനി അവസാനത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ബി നമ്മൾ ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് ഡിഫോർമേഷൻ കണക്കാക്കുമ്പോൾ മറ്റൊരു കാൽക്കുലേഷനാണത്. അത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് തൽക്കാലത്തേക്ക് അത് നിങ്ങളിങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് കണക്കാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ബി എപ്പോഴും 0 ആയി മാറും. അതായത് ഈ ടേംസിലെ ബി നമുക്ക് ആവശ്യമില്ല. ഈ ബി വരുന്ന ടേംസ് എല്ലാം 0 ആയി മാറും. അപ്പം ഫൈനലി നമുക്ക് അവശേഷിക്കുന്നതെന്ന് വെച്ചാൽ സിഗ്മ തീറ്റ ഈക്വൽ ടു മൈനസ് എ ബൈ ആർ സ്ക്വയർ പ്ലസ് 2c, അതുപോലെ സിഗ്മ ആർ ആർ ഈക്വൽ ടു എ ബൈ ആർ സ്ക്വയർ പ്ലസ് 2c. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഇക്വേഷനാണ്. ഇതിൽ നിന്ന് പ്രോബ്ലം ഡെഫിനറ്റ് ആയിട്ട് ചോദിക്കേണ്ടതാണ്. ഇനി നമ്മുടെ അവസാനത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എയും സിയും, എയുടെയും സിയുടെയും വാല്യൂസ് എക്സ്പ്രഷൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിന് നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യണം. ബൗണ്ടറി കണ്ടീഷൻ എന്ന് വെച്ചാൽ അറ്റ് ആർ ഈക്വൽ ടു ഇ, അതായത് ഇൻറ്റേർണൽ റേഡിയസിൻ്റെ അവിടെ സിഗ്മ ആർ ആർ റേഡിയൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രഷർ തന്നെയാണ്. അവിടെ നമ്മളൊരു ആ ഫസ്റ്റ് ഫിഗറിൽ നമ്മൾ പ്രഷർ കാണിച്ചിരുന്നു. ഇവിടെ ഇൻറ്റേർണൽ റേഡിയസിൽ പ്രഷർ
പി എ ആണ്, എക്സ്റ്റേണൽ റേഡിയസിൽ പ്രഷർ പി ബി ആണ്. അപ്പോൾ അതാണ് നമ്മുടെ ബൗണ്ടറി കണ്ടീഷനായിട്ട് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഈ പി എ പി ബി എന്ന് പറയുന്നത് റേഡിയൽ ഡയറക്ഷനാണ്. പി എ എന്ന് പറഞ്ഞാൽ ഏത് ഡയറക്ഷൻ എടുത്താലും റേഡിയസ് എങ്ങനെയാണോ വരയ്ക്കുന്നത് അതുപോലെ തന്നെയാണ് പി എ അപ്ലൈ ചെയ്യപ്പെടുന്നത്. അതുപോലെ പി ബിയും അങ്ങോട്ടാണ് അപ്ലൈ ചെയ്യപ്പെടുന്നത്. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് രണ്ടും ഈ മെറ്റീരിയലിനെ കംപ്രസ് ചെയ്യുകയാണ്. അപ്പം കംപ്രസീവ് സ്ട്രെസ്സാണ് പി എ. ഈ രണ്ട് പ്രഷറും ആക്ച്വലി മെറ്റീരിയലിൽ ഉണ്ടാക്കുന്നത് കംപ്രസീവ് സ്ട്രെസ്സസ് ആണ്. അതുകൊണ്ട് അതിനെ മൈനസ് ആയിട്ട് നമ്മൾ എടുക്കുന്നു. അപ്പോൾ നമ്മൾ ആ ഇക്വേഷനിൽ വരുമ്പോൾ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ at r equal to a sigma rr equal to minus pa, at r equal to b sigma rr equal to minus pb. അപ്പോൾ അത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൈനസ് പി എ ഈക്വൽ ടു എ ബൈ എ സ്ക്വയർ പ്ലസ് 2c. അടുത്ത ഇക്വേഷൻ മൈനസ് പി ബി ഈക്വൽ ടു എ ബൈ ബി സ്ക്വയർ പ്ലസ് 2c. ഇനി 1 മൈനസ് 2 നമുക്ക് ഈ 2c എന്നുള്ള ടേംസ് അങ്ങ് അവോയ്ഡ് രണ്ട് ടേംസ് അങ്ങ് അവോയ്ഡ് ചെയ്ത് കളയണം. അപ്പം ഈ ഒരു 1 മൈനസ് 2 ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. മൈനസ് നിങ്ങൾക്ക് ചെയ്യാവുന്നേ മാത്തമാറ്റിക്കലി ചെയ്യാവുന്നേ മൈനസ് പി എ മൈനസ് പി ബി ഈക്വൽ ടു എ ബൈ എ സ്ക്വയർ മൈനസ് എ ബൈ ബി സ്ക്വയർ പ്ലസ് 2c മൈനസ് 2c. അപ്പം ഈ 2c മൈനസ് 2c 0 മാറും. പി ബി മൈനസ് പി എ ഈക്വൽ ടു എ ഇൻറ്റു ബി സ്ക്വയർ മൈനസ്, നിങ്ങൾക്ക് ഈസിയായിട്ട് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പം എ ഈക്വൽ ടു പി ബി മൈനസ് പി എ ഇൻറ്റു എ സ്ക്വയർ ബി സ്ക്വയർ ബൈ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. അതാണ് എയുടെ എക്സ്പ്രഷൻ. അതിനി വീണ്ടും ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എയ്ക്ക് പകരം നമുക്കിപ്പോൾ കിട്ടിയ എക്സ്പ്രഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പി ബി മൈനസ് പി ഇൻറ്റു എ സ്ക്വയർ ബി സ്ക്വയർ ബൈ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും അത് റീഅറേഞ്ച് ചെയ്ത് ഇവിടെ എങ്ങനെ ചെയ്യുമ്പോൾ എ സ്ക്വയറും ക്യാൻസൽ ആയി പോകും. അത് കഴിഞ്ഞ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ പി എക്ക് ഇവിടെ ഡിനോമിനേറ്ററും ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഉണ്ടല്ലോ. അതുകൊണ്ട് ഇവിടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു മൈനസ് പി എ ബി സ്ക്വയർ പ്ലസ് പി എ സ്ക്വയർ. എന്നിട്ട് ഇതിനെ ഞാൻ ഈക്വൽ ടു സൈൻ, ഇവിടുത്തെ ഫസ്റ്റ് ടേമിനെ ഈ ടേമിനെ ഞാൻ ഈക്വൽ ടു സൈൻ അപ്പുറത്ത് കൊണ്ടുപോയി. അപ്പോൾ പ്ലസ് പി ബി ബി സ്ക്വയർ എന്നുള്ളത് ഇവിടെ എത്തുമ്പോൾ മൈനസ് പി ബി ബി സ്ക്വയർ ആവും. മൈനസ് പി എ ബി സ്ക്വയർ എന്നുള്ളത് പ്ലസ് പി എ ബി സ്ക്വയർ ആവും. മൈനസ് പി എ ബി സ്ക്വയർ ഇവിടുത്തെ ഇതും ക്യാൻസൽ ആയി പോകും. നമുക്ക് കിട്ടുന്ന അവസാനം കിട്ടുന്ന വെച്ചാൽ 2c ഈക്വൽ ടു പി എ സ്ക്വയർ മൈനസ് പി ബി ബി സ്ക്വയർ ബൈ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. എയുടെയും 2cയുടെയും വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എയുടെയും 2cയുടെയും വാല്യൂ കിട്ടിക്കഴിഞ്ഞു. അതങ്ങനെ തന്നെ ഓർത്തിരിക്കണം. ഇത് പ്രോബ്ലം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പ്രഷൻസ് ആണ്. ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ്. എന്ത് വഴിയുണ്ടെങ്കിലും നിങ്ങളത് എന്ത് മടി വിചാരിക്കരുത്, ഓർത്തിരിക്കുക. അപ്പോൾ അതിൻ്റെ ഫൈനൽ ഇക്വേഷൻ അപ്പം ആ എയുടെയും സിയുടെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2cയുടെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സിഗ്മ ആർ ഇങ്ങനെ കിട്ടും, സിഗ്മ തീറ്റ ഇങ്ങനെ കിട്ടും. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ സിഗ്മ ആറും സിഗ്മ തീറ്റയും ആദ്യം പറഞ്ഞ ഇക്വേഷൻ എയും സിയും ആയിട്ട് തന്നെ അതും ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. സിഗ്മ ആർ ഈക്വൽ ടു എ ബൈ ആർ സ്ക്വയർ പ്ലസ് 2c എന്ന് ഓർത്തിരുന്നാൽ മതി. സിഗ്മ തീറ്റ ഈക്വൽ ടു മൈനസ് എ ബൈ ആർ സ്ക്വയർ പ്ലസ് 2c എന്ന് ഓർത്തിരുന്നാൽ മതി. എയുടെയും 2cയുടെയും വാല്യൂസ് സെപ്പറേറ്റ് ആയിട്ട്, എയുടെയും 2cയുടെയും എക്സ്പ്രഷൻസ് സെപ്പറേറ്റ് ആയിട്ട് ഓർത്തിരുന്നാൽ മതി. കാരണം പിന്നീട് നമ്മൾ അങ്ങനെയാണ് ഇവിടെ തീർന്നില്ല ഡെറിവേഷൻ, വീണ്ടും നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി അപ്പം സിഗ്മ ആറും സിഗ്മ തീറ്റയും കിട്ടി. ഇനി നേരത്തെ പറഞ്ഞ പോലെ പ്ലെയിൻ സ്ട്രെയിൻ കണ്ടീഷൻ വരുമ്പോൾ നമുക്കിവിടെ സിഗ്മ ഇസഡിൻ്റെ വാല്യൂ കൂടെ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എപ്സിലോൺ ഇസഡ് ഈക്വൽ ടു 0 വന്നു. അപ്പോൾ നമുക്ക് എഴുതാം സിഗ്മ ഇസഡ് ഈക്വൽ ടു ന്യൂ ഇൻറ്റു സിഗ്മ ആർ പ്ലസ് സിഗ്മ തീറ്റ എന്ന് എഴുതാം. അപ്പോൾ സിഗ്മ ആർ എ ബൈ ആർ സ്ക്വയർ പ്ലസ് 2c ആണ്. സിഗ്മ തീറ്റ മൈനസ് എ ബൈ ആർ സ്ക്വയർ പ്ലസ് 2c. അപ്പോൾ അത് രണ്ടും ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് സിഗ്മ ഇസഡ് ഈക്വൽ ടു 4 ന്യൂ സി എന്ന് കിട്ടും. അപ്പം 2cയുടെ വാല്യൂ ആണ് നമുക്ക് അറിയാമെന്നുള്ളത്. അതുകൊണ്ട് 2 ന്യൂ ഇൻറ്റു 2c എന്ന് ഓർത്തിരുന്നാലും തെറ്റില്ല. ഇപ്പോൾ ഇതിൽ സ്വല്പം ക്ലാരിറ്റി കുറവാണ്. ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിനകത്ത് ഷിയർ സ്ട്രെസ് ഇല്ലാത്തതുകൊണ്ട് സിഗ്മ ആറും സിഗ്മ തീറ്റയും പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് തന്നെയാണ്. സിഗ്മ ആർ ആൻഡ് സിഗ്മ തീറ്റ ആർ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ്. ഇനി മാക്സിമം ഷിയർ സ്ട്രെസ് ടൗ മാക്സ് ഈക്വൽ ടു സിഗ്മ 1 മൈനസ് സിഗ്മ 2/2 വേർ സിഗ്മ 1 ആൻഡ് സിഗ്മ 2 ആർ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ്. ഇത് കഴിഞ്ഞ സെമസ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷനാണ്. അതുകൊണ്ട് ഇവിടുത്തെ ടൗ മാക്സ്, ഇവിടുത്തെ മാക്സിമം ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കണമെങ്കിൽ സിഗ്മ 1 മൈനസ് സിഗ്മ 2, അത് പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെ ഡിഫറൻസ് ആണ് വേണ്ടത്. അപ്പോൾ സിഗ്മ ആർ മൈനസ് സിഗ്മ തീറ്റ/2. അത് നമ്മൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അത് ചെയ്യുമ്പോൾ എ ബൈ ആർ സ്ക്വയർ എന്ന് കിട്ടും. എ ബൈ ആർ സ്ക്വയർ. അപ്പം എ ബൈ ആർ സ്ക്വയർ എന്ന് കിട്ടും.
ഈ ഒരു ടേം ഏറ്റവും ലാർജ് ആകുന്നത്, ഏറ്റവും വലുതാകുന്നതെന്ന് വെച്ചാൽ ഡിനോമിനേറ്റർ ഏറ്റവും ചെറുതാകുമ്പോഴാണ്. അപ്പം ആറിൻ്റെ വാല്യൂ ഏറ്റവും ചെറുതാകുമ്പോൾ ഏറ്റവും അകത്തുള്ള, അതായത് R = A വരുമ്പോഴാണ്. അതാണ് ഏറ്റവും അകത്തുള്ള മെറ്റീരിയൽ. അപ്പോൾ R = A വരുമ്പോൾ tau max = A/A² എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ഈ ഡെറിവേഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് നമ്മൾ വരയ്ക്കുക. അതായത് നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിലൊക്കെ ഇപ്പോൾ ബീമിൻ്റെ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് ഒക്കെ വരച്ചില്ല നമ്മൾ, ലീനിയർ ആണെന്നൊക്കെ പറഞ്ഞ് വരച്ചു. അതുപോലെ ആക്സിൽ ലോഡിങ് വരുമ്പോൾ എങ്ങനെയായിരിക്കും സ്ട്രെസ് എന്ന് പറഞ്ഞ് വരച്ചു. അതുപോലെ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ വരയ്ക്കേണ്ടത് ഇതിൻ്റെ ഇതാണ്. അപ്പം ഇതിനകത്ത് മെറ്റീരിയലിൽ എങ്ങനെയാണ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ വേരി ചെയ്യുന്നത്. അപ്പം സിഗ്മ തീറ്റ ഇങ്ങനെയാണ് വേരി ചെയ്യുന്നത്. സിഗ്മ തീറ്റ ഔട്ടർ റേഡിയസിൽ ഏറ്റവും പുറത്തുള്ള ഇതിൽ കുറഞ്ഞ വാല്യൂ ആയിരിക്കും. അകത്തോട്ട് ചെല്ലും തോറും അത് കൂടിക്കൂടി വരും. അത് കൂടുന്നത് ഈ ഒരു ഷേപ്പിലാണ് കൂടുന്നത്. അപ്പോൾ സിഗ്മ ആർ ആണെങ്കിൽ അകത്ത് ചെറുതായിരിക്കും, പുറത്തേക്ക് വരുംതോറും അത് കൂടിക്കൂടി വരും. അത് കൂടിക്കൂടി വന്ന് ഒരു മാക്സ് അതിൻ്റെ കൂടുന്നതിൻ്റെ കർവ് ഇങ്ങനെയാണ്. അപ്പോൾ ഇത് വരച്ച് വച്ചാലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് നമ്മുടെ ഇക്വേഷൻ, നമ്മൾ ഡിറൈവ് ചെയ്ത ഇക്വേഷനിൽ നിന്നാണ് നമുക്കിത് കിട്ടുന്നത്. ഇനി അപ്പം ഇത്രയാണ് നിങ്ങൾ ലെയിംസ് പ്രോബ്ലത്തിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിച്ചാൽ ഇത്രയാണ് ഡെറിവേഷൻ എഴുതേണ്ടത്. അപ്പോൾ എനിക്ക് പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഡെറിവേഷൻ നിങ്ങൾ ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട കാര്യം, സാധാരണ രീതിയിൽ നമ്മളൊരു ഡെറിവേഷൻ കാണാതെ പഠിക്കുന്നു, എക്സാമിന് അത് പോയി ഓർത്തെടുത്ത് എഴുതാൻ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. പക്ഷേ ഇവിടെ നിങ്ങളുടെ ഒരു ചതിക്കുഴി എന്താണെന്ന് വെച്ചാൽ ഈ ഡെറിവേഷൻ വളരെ ലെങ്തി ആയിട്ടുള്ള ഡെറിവേഷനാണ്. അപ്പോൾ സമയബന്ധിതമായിട്ട് ഇത് തീർക്കണമെന്നുള്ളതാണ്. ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യാൻ പാടില്ല. അരമണിക്കൂറിൽ ഇത് എഴുതി തീർക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആലോചിക്കാനൊന്നും സമയം കളയാൻ നമുക്കില്ല, ആലോചിച്ചിരിക്കാനൊന്നും സമയമില്ല. അതുകൊണ്ട് ആദ്യമേ പഠിച്ചു തുടങ്ങി അത് തറവാക്കിയിട്ട് എക്സാമിന് പോകുള്ളൂ. ഈ ഡെറിവേഷൻ ചോദിച്ചാൽ ഉടനെ തന്നെ എഴുതുക. ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഡെറിവേഷനാണ്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അടുത്ത സെഷൻ ലെയിംസ് പ്രോബ്ലത്തിൽ തന്നെ ഡെറിവേഷൻ്റെ ഭാഗമല്ല, അത് കഴിഞ്ഞിട്ടുള്ളൊരിതാണ്. റേഡിയൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് തിക് സിലിണ്ടർ. റേഡിയൽ ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് UR, റേഡിയൽ ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് UR, അതെങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. അപ്പോൾ പ്ലെയിൻ സ്ട്രെസ്സിൻ്റെ കേസാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നലെ നമ്മൾ നോക്കി എപ്സിലോൺ തീറ്റ എന്ന് പറയുമ്പോൾ ഡോ U θ/ഡോ θ × 1/r ആണ് വരേണ്ടത്. പക്ഷേ ഇങ്ങനെ ഒരു ടേം വരുന്നുണ്ട്, എക്സ്ട്രാ ആയിട്ട് UR/r കൂടെ വരും. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത പ്രകാരം ഡോ θ വരുന്ന ടേംസ് എല്ലാം 0 ആയി പോകും. അപ്പോൾ എപ്സിലോൺ തീറ്റ = UR/r. നമുക്കിവിടെ റേഡിയൽ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രത്തോളം ഇത് വികസിക്കുന്നു, അല്ലെങ്കിൽ റേഡിയൽ എത്രത്തോളം അത് വലുതാകുന്നു ചെറുതാകുന്നു, റേഡിയസ് അകത്ത് പ്രഷറൈസ് ചെയ്യുമ്പോൾ ബലൂൺ വലുതാകുന്നത് പോലെ എങ്ങനെ അതിൻ്റെ റേഡിയസ് മാറുന്നു എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ ചെറിയൊരു മാറ്റമായിരിക്കും, ബലൂൺ പോലെയല്ല, വളരെ ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ളൊരു ചേഞ്ച് ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ UR ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എപ്സിലോൺ തീറ്റയുടെ വാല്യൂ കണ്ടുപിടിച്ചാൽ നമുക്ക് URൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. എപ്സിലോൺ തീറ്റ × R ചെയ്താൽ നമുക്ക് UR കിട്ടും. അപ്പോൾ പ്ലെയിൻ സ്ട്രെസ്സിൻ്റെ കേസിൽ എപ്സിലോൺ തീറ്റ = 1/e × സിഗ്മ തീറ്റ - സിഗ്മ RR. സിഗ്മ തീറ്റയുടെയും സിഗ്മ RRൻ്റെയും വാല്യൂസ് നമുക്കിപ്പോൾ എക്സ്പ്രഷൻസ് നമുക്കിപ്പോൾ അറിയാം. അത് അതേപോലെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വേറെ കൺഫ്യൂഷനൊന്നും ഇല്ല അതിനകത്ത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതൊന്ന് റീഅറേഞ്ച് ചെയ്യുക. ഇവിടെ A/r² 2 കോഎഫിഷ്യൻസ് ആണുള്ളത്. ഇവിടെ -1ഉം ഇവിടെ -μ. അപ്പം -A/r² പുറത്തെടുത്ത് കഴിഞ്ഞാൽ 1 + μ എന്ന് എഴുതാം. A/r² ഇവിടെ -1ഉം ഇവിടെ -μ. അപ്പോൾ ആ മൈനസ് പുറത്തെടുക്കുമ്പോൾ -A/r² × 1 + μ. 2c ഉള്ള കോഎഫിഷ്യൻസ് ഇവിടെ 1ഉം ഇവിടെ -μ ആണ്. അപ്പം 2c പുറത്തെടുക്കുമ്പോൾ 1 - μ. ഇവിടെ 1, ഇവിടെ -μ × 2c ആണ് വരുന്നത്. 2c × 1 - μ. അപ്പോൾ അതാണ് അതിൻ്റെ ഇക്വേഷൻ. UR/r, എപ്സിലോൺ തീറ്റ = UR/r, എപ്സിലോൺ തീറ്റ = UR/r ചെയ്യുമ്പോൾ അത് കിട്ടും. ഇനി UR = നമുക്ക് ഡിഫോർമേഷനാണ് വേണമെങ്കിൽ ഈ R ഡിനോമിനേറ്ററിൽ കിടക്കുന്ന R ഇങ്ങോട്ട് കൊണ്ടുപോവുക, R/e × ഈ എക്സ്പ്രഷൻ. ഇനി പ്ലെയിൻ സ്ട്രെയിൻ ചെയ്യുമ്പോൾ എപ്സിലോൺ തീറ്റ = UR/r = 1/e × സിഗ്മ തീറ്റ - μ × സിഗ്മ RR + സിഗ്മ ZZ. അപ്പോൾ സിഗ്മ ZZ എന്ത് വരും എന്ന് നമ്മൾ നേരത്തെ നോക്കി, അത് 4μc എന്നുള്ള ടേമാണ് വരുന്നത്. സിഗ്മ ZZ = 4μc നമ്മൾ തൊട്ടുമുമ്പേ ഡെറിവ് ചെയ്തിരുന്നു. അപ്പം
തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, സിഗ്മ RR സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ നോക്കിയാൽ a/r²ന് ഇവിടെ -1 ആണ് എൻ്റെ കോഎഫിഷ്യൻറ്റ്, ഇവിടെ -ν ആണ് കോഎഫിഷ്യൻറ്റ്. വീണ്ടും പഴയതുപോലെ തന്നെ അതിന് മാറ്റമൊന്നുമില്ല. അപ്പോൾ -a/r² 1 + എന്ന് എഴുതും. 2cയുടെ കോഎഫിഷ്യൻറ്റ് നോക്കിയാൽ ഇവിടെ 1 ആണ്, ഇവിടെ -ν ആണ്, ഇവിടെ -4ν² ആണ്. 2c മാറുമ്പോൾ -2ν² ആണ്. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ എക്സ്പ്രഷൻ വരും. 1 - ν -2ν² വരും. അതിനെ നമുക്ക് 1 + ν × 1 - 2ν എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അപ്പം ഇതാണ് അതിൻ്റെ ഫൈനൽ ഇക്വേഷൻ. അപ്പോൾ ഇത്രയും വരെ ഇത് നിങ്ങൾ ഇക്വേഷൻസ്, ഫൈനൽ ഡെറിവേഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ ഫൈനൽ ഇക്വേഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇതിൻ്റെ പ്രോബ്ലംസ് ഉറപ്പായിട്ട് നോക്കുക. അടുത്ത് നമ്മൾ നാളെ അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ പ്രോബ്ലംസ്, കുറച്ച് പ്രോബ്ലംസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് ഇതിൻ്റെ പ്രോബ്ലംസ് ഉൾപ്പെടും. അപ്പം ഈ ഇക്വേഷൻസൊക്കെ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ച് വയ്ക്കുക. ഇനി പഠിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കരുത്. താങ്ക് യു.